ഇരുത്തിലാണ് പണ്ടത്തെ. നേരത്തെ പശുവൊക്കെ ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് മൊത്തം കണ്ടമാണ്. ഇതാണ് അമ്മയുടെ വീട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടത് സത്യം പറഞ്ഞ ഒരാഴ്ച മുമ്പായിരുന്നു. അതായത് ഒരാഴ്ച മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ച സാധനം ഞാൻ പോസ്റ്റ് ചെയ്തത് ഇന്നലെയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ശനിയാഴ്ചയും ഞാൻ പോസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആ വീഡിയോക്കകത്ത് ഞാൻ ലാസ്റ്റായിട്ട് പറഞ്ഞു നിർത്തിയത് കോളേജിൽ ഞാൻ ചെന്നിട്ട് ഉള്ള കേസായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ആ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് ഇപ്പം അമ്മയുടെ വീട്ടിലാണ്. അതായത് പത്തനംതിട്ടയിൽ എലവുംതിട്ടയിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 2-3 ദിവസമായി. അപ്പോൾ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് അങ്ങനെ അതൊന്നും എടുത്തില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ ഇടാമെന്നുള്ളൊരു പ്ലാനുണ്ട്. എന്നോട്ട് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ഇടാൻ പറ്റും, എന്നോട്ടൊരു സ്റ്റാർട്ട് തുടങ്ങാൻ പറ്റും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ ഇതേവരെ ഈ ഒരു എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ മൊത്തം ഇങ്ങനെ ഡിലേ ആക്കി വെച്ചിരുന്നത്. വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ തിരിച്ച് ഏന്തയാറ്, അതായത് എൻ്റെ നാട്ടിലോട്ട് പോവും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ചുമ്മാ കിടക്കാൻ ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഈ ചുറ്റുപാട് മൊത്തം നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ വണ്ടി ലോ കിടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം റബ്ബർ, ആ ഒരു സംഭവമാണ്. മൊത്തം ഇങ്ങനെ റബ്ബറായിട്ട് ഇങ്ങനെ ഫുള്ള് റബ്ബറാണ് അവിടെ. ഇത് ഇരുത്തിലാണ് പണ്ടത്തെ അല്ല, നേരത്തെ പശുവൊക്കെ ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇതിങ്ങനെ പൊളിക്കാതിട്ടിരുന്നു. ഇപ്പോൾ ഇവിടെ വിറകും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് ഇതുകൊണ്ടൊക്കെ ഇരിക്കുന്നു. എപ്പോഴും വിചാരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം. ലോങ് വീഡിയോ ചെയ്യണമെന്നൊക്കെ നല്ല ഇതുണ്ട്. പക്ഷെ മടിയേ, ഒട്ടുക്കത്ത മടിയേ. എന്നാ ചെയ്യാനൊക്കെ. ഇവിടെ ഫുള്ള് ഈ ഒരു ഏരിയ മൊത്തം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് മൊത്തം കണ്ടമാണ്. അവിടെ കുറേ കൃഷിയൊക്കെ ഉണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ വൈബ് സ്ഥലമാണ്. നിങ്ങളെ ഞാൻ വീടൊക്കെ കാണിച്ചു തരാം. ഇതാണ് അമ്മയുടെ വീട്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് മൊത്തം ഇവിടെ ഫുള്ള് റബ്ബറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൊത്തം റബ്ബറാണ്. പക്ഷെ താഴെ അവിടെ കണ്ടോ, അവിടെ അങ്ങോട്ട് മൊത്തം ഈ കണ്ടും അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ. ഇവിടെ ആണെങ്കിൽ മഴയൊക്കെ പെയ്ത് പിന്നെ ഈ കാടൊന്നും അങ്ങനെ വെട്ടിയൊന്നും ഇല്ല. ഇത് കണ്ടോ, ഫുള്ള് മൊത്തം ഒരുമാതിരി കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഏതാണ് അവിടെ ആയിട്ടാ കണ്ടോ, കൃഷി കണ്ടോ, മറ്റേ ഇതില്ലേ, കുരുമുളക് ഇങ്ങനെയായി മൊത്തം ഒരു നല്ല സ്ഥലമാണ്. ഞാൻ മൊത്തം ഇങ്ങനെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒറ്റയടി കാണുമ്പോൾ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണെന്ന് തോന്നും. ഈ ഒരു ഭാഗത്തെല്ലാം കാട് പിടിച്ച് കിടക്കുക. ഓരോ ഏരിയ തിരിച്ചിങ്ങനെ കൃഷി ചെയ്യലാണ് ഇവിടെ മെയിനായിട്ടുള്ള പരിപാടി മൊത്തം. ആഞ്ഞിലി ചക്ക ഉണ്ടോ? ആഞ്ഞിലി ചക്ക ചെറുതാണ്, വലുതായി വരുന്നേ ഉള്ളൂ. ആഞ്ഞിലി ഇതുവഴി കയറിയാണ്ട് തൊട്ടപ്പുറത്തായിട്ടൊരു അമ്പലമുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് ഒരമ്പലമൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗം മൊത്തം കാട് പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. ഇവിടുന്ന് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി അധികം കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്, മൊത്തത്തിൽ പൊതുവേ കുറവാണ്. ഏരിയയൊക്കെ കിടുന്ന ഏരിയ, ഒരു രക്ഷയില്ല. പക്ഷേ ആളും അനക്കമൊക്കെ ഭയങ്കര കുറവായി ഈ ഒരു ഭാഗം. നേരത്തെയൊക്കെ ഞാൻ യൂട്യൂബിൽ ആദ്യ ടൈമിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പം 1-2 വർഷം മുമ്പത്തെ വീഡിയോയ്ക്ക് ഞാൻ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല മൊത്തം കൃഷിയായിരുന്നു. ഇപ്പോഴാണിങ്ങനെ എല്ലാം മങ്ങിപ്പോയി. ഇതുണ്ട്, ഇതിനകത്താണ് ക്ഷേത്രം വരുന്നത്. ഇത് ശിവക്ഷേത്രമാണ് കേട്ടോ, ശ്രീ മഹാദേവ ക്ഷേത്രം, കുളക്കട. പ്രോപ്പർ സ്ഥലമാണിത്, കുളക്കട. പശുമ നിൽക്കുന്നുണ്ടോ? പശുമാ രസമുണ്ടല്ലേ കാണാൻ. ഡിസൈനാണ്, ഫുൾ ഡിസൈൻ. നമുക്ക് ഇപ്പോൾ സമയം ഉച്ചയാകാറായിട്ടുണ്ട്. ഈ ഒരു വ്ലോഗ് ഞാൻ രാവിലെ തുടങ്ങുമെന്ന് വെച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇടുക്കത്ത മടിയാ. എന്താ ചെയ്യാനാ, പിന്നെ ഒന്നും ചെയ്യാനില്ല. നമുക്കിനി കുറച്ച് കഴിയുമ്പം ഒരു 2 മണി 2:30 ആകുമ്പോഴത്തേക്ക് പോകാനായിട്ട് ഇറങ്ങണം. ഇവിടുന്ന് ഇനി മുണ്ടക്കയം ഏന്തയാർ എത്താനായിട്ടൊരു 2.5 മണിക്കൂറോളം മതി. 2.5 മണിക്കൂർ, തിരക്കില്ലെങ്കിൽ 2.5 മണിക്കൂർ മതി. തിരക്കുണ്ടെങ്കിൽ സമയം കൂടും. പിന്നെ നമ്മളങ്ങ് വീട്ടിൽ ചെല്ലും. നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി വീഡിയോ വരും ഗൈസ്. തീരുമാനിച്ച ഡെയിലി 5:45 ടൈം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിരിക്കും. എന്നൊക്കെയാണ് വിചാരിച്ച് വെച്ചേക്കുന്നത്. ഇതൊക്കെ കണ്ടാൽ മതിയായിരുന്നു. ചെറിയൊരു ഏരിയ മൊത്തം റബ്ബർ കൊണ്ട് മൊത്തം മൂടിയേക്കുക. അതുകൊണ്ട് തന്നെ ഒടുക്കത്ത കൊതുക് കടി കൊണ്ട് പണ്ടാരം അടങ്ങും. ഇനിയിപ്പോൾ ഫുഡ് അടിക്കാം. 1 മണിയായില്ലേ, ചോറ് എന്തെങ്കിലും കഴിക്കാം. അത് മസ്റ്റാണല്ലോ. 2 ദിവസം എനിക്ക് ഇടുള്ളൂ.
ഓ മതി 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 അമ്മയ്ക്ക് കൊടുക്കും. ഇനി ചോറ് തിന്നാം. 2000 years later. പോകാൻ സമയമായി ഗൈസ്, പോകാൻ സമയമായി. നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട്. നമ്മൾ വീട്ടിൽ ഇപ്പം ഒന്ന് കയറിയതേ ഉള്ളൂ. വരുന്ന വഴിക്കാണെങ്കിൽ കിട്ടിയ മഴയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് വഴി കാണത്ത പോലും അത് രീതിയിലുള്ള മഴ. പിന്നെ പയ്യെ സൈഡ് പിടിച്ച് ഇങ്ങനെ പോകണം. ഇന്നിപ്പം IPL കാണണം. ഏത് ടീമിൻ്റെ കളിയാണ്? ഏതോ ടീമിൻ്റെ കളിയിൽ IPL ഇരുന്ന് കാണണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൽ ഇന്നത്തെ ദിവസവും കണ്ടന്റ് ഒന്നും ഇല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ അതൊക്കെ കാണിക്കുന്നതൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ ജീവിതത്തിൽ നടന്ന, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പം നാളെ വൈകിട്ട് 5:30 ഓക്കെ.